ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മുരിങ്ങയില ദോശയാണ്. അപ്പോൾ മുരിങ്ങയിലയുടെ ഗുണങ്ങൾ വളരെയേറെയാണ്. വൈറ്റമിൻ സി, വൈറ്റമിൻ എ, കാൽസ്യം എന്നിവയൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ രോഗപ്രതിരോധ ശേഷിക്കും പിന്നെ ഹൃദ്രോഗം, വൃക്ക എന്നിവയുടെയൊക്കെ ഇത് തടയാനായിട്ട് നമുക്ക് മുരിങ്ങയില വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഔഷധമൂല്യമുള്ള ഈ മുരിങ്ങയില ആരും വെറുതെ കളയരുത്. അപ്പോൾ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണണം. ഈ ദോശയുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇല അടർത്തിയെടുക്കുകയാണ്. കുറച്ച് ടൈമുണ്ട് ഇങ്ങനെ അടർത്തിയെടുക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് 4 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരിയാണിത്. പിന്നെ അതിലേക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടിയാണ്, മുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഇത്തിരി ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് സൈഡൊന്ന് മൊത്തം നല്ലോണം ഇതാക്കിയിട്ട് വടിച്ചെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുക. കാര്യം എന്ന് വെച്ചാൽ പച്ചരി ഇങ്ങനെ എടുത്ത് നിൽക്കാൻ പാടില്ല, നല്ല പേസ്റ്റ് രൂപത്തിലാവണം. എന്നിട്ട് ഈ മുരിങ്ങയില അത് കഴുകി വൃത്തിയാക്കി വെച്ചാണ്. അപ്പോൾ അതിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ബാറ്റർ ഈ രീതിയിൽ തന്നെ കണ്ടോ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ദോശക്കല്ലിലേക്ക് എണ്ണ പരട്ടിയതിന് ശേഷം ഇതുപോലെ കണ്ടോ ഈ മാവ് ഒന്നിങ്ങനെ പരത്തി കൊടുക്കുക. ഒറ്റ കയ്യിൽ മതി, നൈസായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. എന്നിട്ട് ഇത് ആവിയിൽ വേണം വേവിക്കാനായിട്ട്. അതായത് ഒരു പാത്രം ഇങ്ങനെ മൂടി വെച്ചാൽ മതി. എന്നിട്ട് മൂടിയിട്ട് ആ ആവിയിൽ തന്നെ ഇത് വേവണം. കാര്യം മാവിൻ്റെ ഒരു പച്ച ചുവയും പിന്നെ ഈ ഇല ഒന്ന് നല്ല രീതിക്ക് ഒന്ന് വാടിക്കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇതുപോലെ ഒന്ന് മൂടി വയ്ക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് അതൊന്ന് തുറന്നിട്ട് ഒന്ന് എണ്ണ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് കണ്ടോ തിരിച്ചിട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മൂടി വയ്ക്കുക. എന്നിട്ട് ഇത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് ദോശ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദോശയുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് മീൻചാറാണ്, പിന്നെ ഒരു കട്ടൻ ചായയും. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. മീൻചാറ് കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ചൂട് ദോശ അതും കൂടി ആകുമ്പോഴത്തേക്കും നല്ല ചൂടോടുകൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചൂടോടുകൂടി കഴിക്കാനായിട്ട് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മുരിങ്ങയിൽ ഇനി ആരും വെറുതെ വേസ്റ്റാക്കി കളയരുത്. അപ്പോൾ ഇതുപോലെയൊക്കെ ദോശയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കി കഴിക്കുക. വളരെ ഔഷധ ഗുണമുള്ള ഒന്നാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.